ടിനിച്ചേട്ടൻ ഭയങ്കര നിഷ്കുവാ. കാരണം എന്താണെന്നറിയാം, ഭയങ്കര നിഷ്കുവാണ്. പക്ഷെ എന്താണ്ട് ഒരു നിഷ്കളങ്കിന്റെ ഷോർട്ട് ഫോം ആണത്. എന്താന്നറിയാം, നമ്മളിപ്പോ സംഘടനയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചോ, അസുഖം വന്നു, ആർക്കെങ്കിലും കാലിന് വയ്യ, അല്ലെങ്കിൽ മുള്ളു കുത്തി, അല്ലെങ്കിൽ അത് മുള്ളു കുത്തിയത് തൊട്ട് വലിയൊരു പ്രശ്നം വരെ ആദ്യം കൊണ്ടെത്തിക്കുക ടിൻചേട്ടന്. ഇത് ഇവർക്ക് ഈ മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ, ഇവർക്ക് ഈ ചികിത്സ നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് അല്ലാത്തവരുടെ കാര്യം വരെ ടിൻചേട്ടൻ കൊണ്ടുവരും. എന്നിട്ട് പറയും ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ പറ്റൂല, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പേഴ്സണലി ഒരു ഫണ്ട് റൈസ് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ വീട് എൻ്റെ കാറെന്നും പറഞ്ഞ് ജീവിച്ചിട്ട് എന്തിനാണിത്? നമ്മൾ കാണുന്നുണ്ടല്ലോ മുമ്പിൽ. പന പോലെ വളർന്നിരുന്നവർ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇല്ലാണ്ടായി പോകുന്നു അല്ലേ? ഒരു ഞരമ്പ് പോയാൽ പോലെ തീർന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാഥാലയത്തിലൊക്കെ പലരും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ഫീൽഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ ആളുകൾക്ക് ഹെൽപ്പ് വേണ്ടവർക്കാണ് കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. ആദ്യമേ നമ്മൾ വീട്ടുകാരെ നന്നാക്കണം, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കണം. വീട്ടുകാരെ നോക്കണ്ട്. അല്ല, അതിന് അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ അൻസിബ ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ വിളിച്ചു പറയും, മരുന്ന് സഞ്ജീവിനി എന്ന് പറഞ്ഞ അമ്മയിൽ ഒരു പരിപാടിയുണ്ട്. 48 പേർക്ക് മരുന്ന് എല്ലാ മാസവും കൊടുത്തോണ്ടിരിക്കും. ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും. അല്ല, അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ എൻ്റെ ഒരു അറിവിൽ ഒരാൾ ഇതുപോലെ ചാരിറ്റി എല്ലാം ചെയ്യുന്ന റൂട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വേറെ നാട്ടുകാർ വേണം. അത് മാനസിക പ്രശ്നമാണ്. പുള്ളിക്ക് മാനസികത്തിന്റെ മരുന്ന് കഴിക്കണം. അത് പണ്ട് നമ്മൾ അല്ല, അങ്ങനെ സമൂഹത്തിലുള്ള അല്ല, നമ്മളങ്ങനെ ഇത് പുറത്ത് പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ചെയ്യുന്നതല്ല. മനസ്സിലായി.